So, welcome again to I'm an audio engineer, Integrated Freddy. So, welcome back. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലോജിക് പ്രോ എന്ന ഒരു ഓഡിയോ സോഫ്റ്റ്വെയറിൽ എങ്ങനെ ഒരു ട്രാക്ക് സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ ഒരു ഓഡിയോ ട്രാക്ക് റെക്കോർഡ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷനാണ് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ ഇതാണ് ലോജിക് പ്രോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. ഇതിലിപ്പോൾ ഓൾറെഡി ഓഡിയോ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഞാൻ കണക്ട് ചെയ്തേക്കുന്ന മൈക്ക്, ഞാനിപ്പോൾ സംസാരിക്കുന്നത് അതിലാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എങ്ങനെ ആ ഓഡിയോ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. സോ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് നേരെ നമ്മുടെ ലോജിക് പ്രോ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ലോജിക് പ്രോ, ഇതാണ് ലോജിക് പ്രോയുടെ ഐക്കൺ എന്ന് പറയുന്നത്. ലോജിക് പ്രോ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ലോഡാവും. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ലോജിക് പ്രോ എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ഒന്ന് നോക്കാം. സോ ലോജിക് പ്രോ എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ സോഫ്റ്റ്വെയറാണ്. ആപ്പിളുകാർ ഡെവലപ്പ് ചെയ്ത ഒരു ഓഡിയോ സോഫ്റ്റ്വെയറാണ് ലോജിക് പ്രോ എന്ന് പറയുന്നത്. ആക്ച്വലി അവരുടെ മെയിൻ പർപ്പസ്, ഈ ഒരു സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്തേക്കുന്നതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് മ്യൂസിക് പ്രൊഡക്ഷനാണ് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തേക്കുന്നത്. പക്ഷേ നമ്മളുടെ ഇഷ്ടമാണ്, നമുക്ക് എങ്ങനെയോ അത് യൂസ് ചെയ്യാം, ഏത് രീതിയിലും നമുക്കത് യൂസ് ചെയ്യാൻ കഴിയും. ഞാൻ ഡബിങ്ങിന് യൂസ് ചെയ്തിട്ടുണ്ട്, വീഡിയോ കയറ്റി ഡബിങ്ങിന് യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ സൗണ്ട് എഫക്ട്സിന് യൂസ് ചെയ്തിട്ടുണ്ട്, മറ്റങ്ങനെ പല പർപ്പസിന് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. സോ അതെല്ലാം നമ്മളുടെ ഇഷ്ടമാണ്, നമ്മളുടെ പർപ്പസാണ്, നമ്മളത് എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത് നമ്മുടെ കാര്യമാണ്. സോ പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം, പല കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാം, പല പല റെക്കോർഡിങ്ങുകൾക്ക് നമുക്ക് യൂസ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എങ്ങനൊരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ റെക്കോർഡ് ചെയ്യണം എന്നുള്ളത് കാണിച്ചു തരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ മോസ്റ്റ്ലി എല്ലാവർക്കും കാണിക്കുന്നത് ഇങ്ങനൊരു ഡയലോഗ് ബോക്സ് ആയിരിക്കും. നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യേണ്ട, ഡയറക്റ്റ് ലോജിക് പ്രോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഡയലോഗ് ബോക്സ് ആയിരിക്കും നിങ്ങൾക്ക് വരിക. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു സെക്ഷൻ ആയിരിക്കും ഒരു പക്ഷേ നിങ്ങൾക്ക് ഓപ്പൺ ആകുന്നത്. ഏത് രീതിയിലായാലും ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് MT പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഇതെല്ലാം മറ്റു പല പർപ്പസിന്, ഇപ്പോൾ റീസെൻ്റായിട്ട് യൂസ് ചെയ്ത പ്രൊജക്റ്റുകൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത്. നമ്മൾ റീസെൻ്റായിട്ട് ചെയ്ത പ്രൊജക്റ്റുകൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഈ ഒരു ബോക്സ് ആയിരിക്കും വരിക. അതേപോലെ ഡെമോ പ്രൊജക്ട്സ് ഉണ്ട്. ഡെമോ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഓൾറെഡി ചെയ്തിട്ടേക്കുന്ന കമ്പനിക്കാർ തന്നെ ചെയ്തിട്ടേക്കുന്ന ഒരു ഡെമോ പ്രൊജക്റ്റാണ്. അല്ലെങ്കിൽ പ്രൊജക്റ്റിൻ്റെ ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും മെയിനായിട്ട് മ്യൂസിക് പ്രൊഡക്ഷന് വേണ്ടിയുള്ള ടെംപ്ലേറ്റ്സ് ഒക്കെയാണ് അവർ ഫുൾ യൂസ് ചെയ്തേക്കുന്നത്. സോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു മ്യൂസിക് പ്രൊഡക്ഷൻ സോഫ്റ്റ്വെയർ ആണ് ലോജിക് പ്രോ എന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ സേവ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. സോ നമുക്ക് ഇപ്പോൾ നമ്മുടെ പർപ്പസിന് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ന്യൂ പ്രൊജക്റ്റിൽ MT പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ നമുക്ക് ആദ്യമേ ഇതിൻ്റെ താഴെ ഒരു ഡയലോഗ് ബോക്സ് ഉണ്ട്, നമുക്ക് ആ ഡീറ്റെയിൽസിലും കൂടെ ഒന്ന് പോകാം. സോ ഇതാണ് ഡീറ്റെയിൽസിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് വരും. ഇതിൽ നിങ്ങളൊരു മ്യൂസിക് റെക്കോർഡ് ചെയ്യാൻ പോകുന്നതെങ്കിൽ അതിൻ്റെ ടെമ്പോ, അതിൻ്റെ കീ സിഗ്നേച്ചർ അല്ലെങ്കിൽ അതിൻ്റെ സ്കെയിൽ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. മേജറാണോ മൈനറാണോ, ഏത് സിഗ്നേച്ചറിലാണ് നിങ്ങൾ മ്യൂസിക് ചെയ്യാൻ പോകുന്നത് അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ ഇൻപുട്ട്, നിങ്ങളുടെ ഏത് ഡിവൈസാണ് നിങ്ങൾ റെക്കോർഡിങ്ങിന് യൂസ് ചെയ്യുന്നത്, ഏത് മൈക്രോഫോണാണ് യൂസ് ചെയ്യുന്നത്, അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം അത് മിക്കവാറും നിങ്ങൾ മറ്റ് ഓഡിയോ ഇൻ്റർഫേസ് അല്ലെങ്കിൽ ഒരു USB കണക്റ്റഡ് ആയിട്ടുള്ള മൈക്രോഫോൺ അല്ല യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിൽറ്റ് ഇൻ ആയിരിക്കും നിങ്ങൾക്ക് ഓൾറെഡി സെലക്ട് ആയി കിടക്കുന്നത്. ഇതുപോലെ ബിൽറ്റ് ഇൻ, ബിൽറ്റ് ഔട്ട് എന്നും പറഞ്ഞായിരിക്കും. ബിൽറ്റ് ഇൻ ഔട്ട്പുട്ടിലും ബിൽറ്റ് ഇൻ ഔട്ട് എന്നും പറഞ്ഞുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഒരു പക്ഷേ കാണിക്കുന്നത്. പക്ഷേ എനിക്ക് ഇവിടുത്തെ പർപ്പസിന് ഞാൻ ബ്ലൂവിൻ്റെ സ്നോബോൾ എന്ന് പറയുന്ന ഒരു മൈക്രോഫോണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ ഞാനിപ്പോൾ അത് തൽക്കാലം സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേറെ സൗണ്ട് കാർഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓഡിയോ ഇൻ്റർഫേസ് ഉണ്ടെങ്കിൽ ആ ഓഡിയോ ഇൻ്റർഫേസ് ഇവിടെ കാണിക്കും, അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ എൻ്റെ ഔട്ട്പുട്ട് ഞാൻ അവിഡിൻ്റെ എംബോക്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. സോ പിന്നെ അതുപോലെ സാമ്പിളിംഗ് റേറ്റ്, മറ്റ് ഈ ഓപ്ഷൻസ് എല്ലാം നമുക്ക് ഓൾറെഡി നമ്മുടെ പ്രൊജക്റ്റിൽ സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ സാമ്പിളിംഗ് റേറ്റ് എപ്പോഴും പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ സെറ്റ് ചെയ്യണം. ഒരു പ്രൊജക്റ്റ് പകുതി ആയതിനു ശേഷം നമ്മൾ സാമ്പിളിംഗ് റേറ്റ് ചേഞ്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഞാനത് മറ്റൊരു സെക്ഷനിൽ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ച് തരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇവിടെ തന്നെ സാമ്പിളിംഗ് റേറ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കുക. 48-ലാണോ
4.1 ഏതിലാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മറ്റൊരു ട്യൂട്ടോറിയൽ എടുക്കുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മളൊരു എം ടി പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുക, ഇവിടെ താഴെ ചൂസ്. സോ ഇപ്പോൾ ഒരു എം ടി പ്രൊജക്റ്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പ്രൊജക്റ്റ് സ്പേസ്. ഇതാണ് ഈ സ്പേസിലാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് അതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളും അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോ ഈ ഒരു ഡയലോഗ് ബോക്സ് എന്ന് പറയുന്നത് ഇതിൽ പല ഓപ്ഷൻസ് ഉണ്ട്. സോഫ്റ്റ്വെയർ ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, ഓഡിയോ ഉണ്ട്, ട്രമ്മറുണ്ട്, എക്സ്റ്റേണൽ മിഡി കണക്ട് ചെയ്യാം, ഗിറ്റാർ ബേസ് ഒക്കെ എന്നുള്ള ട്രാക്ക് നമുക്ക് ഓപ്പൺ ചെയ്യാം. സോ ഈ ഓപ്ഷൻസ് എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യേണ്ടത് ഈ ഒരു ഓപ്ഷനാണ്, ഓഡിയോ എന്ന് പറയുന്ന ഓപ്ഷനാണ്. നമുക്ക് ഈ പർപ്പസിന് നമുക്ക് ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത് ഇതാണ്. ഓഡിയോ ഇൻപുട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈക്രോഫോണിൽ നിന്ന് റെക്കോർഡ് ചെയ്യുന്ന ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു ഓഡിയോ ആണ്. മൈക്രോഫോൺ മാത്രമല്ല, അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മറ്റ് റെക്കോർഡിംഗ് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിപ്പോൾ ഇതിന് വേണ്ടതെന്ന് പറയുന്നത് ഓഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനിയും ഇൻപുട്ട് ഡിവൈസ് ഒരു പക്ഷേ നിങ്ങൾ അവിടെ സെലക്ട് ചെയ്തെങ്കിലും ഇൻപുട്ട് ഒരു പക്ഷേ സെലക്ട് ആവണമെന്നില്ല. സോ നിങ്ങൾ ഏത് ഡിവൈസാണോ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് വീണ്ടും ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻപുട്ട്, ഔട്ട്പുട്ട്, മറ്റ് സെറ്റിങ്സ് എല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വരും. സോ ഇതിൽ നിന്ന് നിങ്ങൾ ഇൻപുട്ട് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഔട്ട്പുട്ട് ഞാൻ അവിടെൻ്റെ എംബോക്സ് എന്ന് പറയുന്ന ഒരു ഓഡിയോ ഇൻ്റർഫേസ് എനിക്ക് ഉണ്ട്. സോ അത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി ഇത് ക്ലോസ് ചെയ്യുക. ഇനി എത്ര ട്രാക്ക് വേണമെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്പർ ഓഫ് ട്രാക്സ്, എത്ര ട്രാക്കുകൾ വേണം, ഇപ്പോൾ 2 3 എത്ര ട്രാക്ക് വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ ഡിഫോൾട്ടായിട്ട് ഒരു ട്രാക്കാണ് ഇതിൻ്റെ അകത്ത് വരിക. മറ്റ് ഈ ഓപ്ഷൻസ് എല്ലാം ഞാൻ മറ്റൊരു സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് നേരെ ക്രിയേറ്റ് കൊടുക്കുക. ക്രിയേറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലൊരു ട്രാക്ക് ക്രിയേറ്റ് ആവും. ഈ ട്രാക്കിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. സോ ഏതിനും നമുക്കൊരു ട്രാക്ക് ഉണ്ടെങ്കിൽ മാത്രമേ, ട്രാക്ക് ക്രിയേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഈ ഒരു ട്രാക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓഡിയോ പ്ലേ ചെയ്യാനോ അല്ലെങ്കിൽ ഓഡിയോ റെക്കോർഡ് ചെയ്യാനോ എന്തിനും നമുക്ക് കഴിയത്തുള്ളൂ. സോ നമുക്ക് ഇതുപോലെ ഇഷ്ടംപോലെ ട്രാക്കുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. സോ ഇതിൽ നമുക്ക് ഇവിടെയും റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ട്രാക്കുകൾ നമ്മൾ മുമ്പ് കണ്ട ആ സെയിം ഡയലോഗ് ബോക്സ് ഓപ്ഷൻസ് എല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് ട്രാക്കുകൾ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. എത്ര വേണമെങ്കിലും ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഏത് ട്രാക്കാണെന്ന് ഡിലീറ്റ് ചെയ്യുന്നത് ആ ട്രാക്ക് ഇതുപോലെ സെലക്ട് ചെയ്യുക. നമ്മുടെ കീബോർഡിൽ ഡിലീറ്റ് ഓപ്ഷൻ അടിച്ച് കഴിഞ്ഞാൽ ഡിലീറ്റ് ആയിക്കോളും. സോ നമുക്കിപ്പോൾ തൽക്കാലം ഒരു ട്രാക്ക് മതി ഈ ഒരു റെക്കോർഡിങ്ങിന്. സോ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ സേവ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ഫയലിൽ നിന്ന് നമുക്ക് സേവ് കൊടുക്കാം, അല്ലെങ്കിൽ സേവ് ആസ് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ കമാൻഡ് എസ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യേണ്ട വിൻഡോ ഓപ്പൺ ആവും. സോ നമുക്കിതിൽ നിന്ന് നേരെ നമ്മുടെ എങ്ങോട്ടാണ് സേവ് ചെയ്യേണ്ടതെന്നുള്ളത് പാത്ത് നമുക്ക് ഡിസൈഡ് ചെയ്ത് കൊടുക്കാം. സോ ഞാനിപ്പം ഇതിൽ നിന്ന് മൈ സ്റ്റുഡിയോ ഒരു ന്യൂ ഫോൾഡർ ഉണ്ടാക്കുകയാണ്. ഡെമോ എന്ന് പേര് കൊടുക്കാം. ഓക്കെ, ഞാൻ ഡെമോ എന്ന് പേര് കൊടുത്തു. ഈ പ്രൊജക്റ്റിൻ്റെ പേര്, ഇത് ഫോൾഡറിൻ്റെ പേരാണ്. ഈ പ്രൊജക്റ്റിന് നമുക്കൊരു പേര് കൊടുക്കാം. ഓക്കെ, ഡെമോ പ്രൊജക്റ്റിന് ഞാൻ പേര് കൊടുത്തു. എന്നിട്ട് നേരെ താഴെ ഒരു ഓപ്ഷനുണ്ട്, പാക്കേജ് നമുക്ക് നേരിട്ട് ഇവിടെ സേവ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തിൽ നമുക്ക് ഈ സെക്ഷൻ സേവ് ചെയ്യാനും പറ്റും. ഞാനെന്തായാലും ഡയറക്റ്റ് പാക്കേജ് കൊടുക്കുകയാണ്. ഫോൾഡർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു ഡെമോ പ്രൊജക്റ്റ് എന്നൊരു ഫോൾഡറും അതിൻ്റെ അകത്ത് വീണ്ടും ആ പാക്കേജ് വരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പാക്കേജ് ഡയറക്റ്റ് കൊടുക്കാമെങ്കിൽ നേരിട്ട് ഈ ഡെമോക്കകത്തിൽ ഈ പാക്കേജ് ഡെമോ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ് സേവ് ആവും. ഓക്കെ, ഞാനെന്തായാലും പാക്കേജ് സേവ് ചെയ്യുകയാണ്. ഓക്കെ, ഈ പ്രൊജക്റ്റിന് ഇപ്പോൾ പേര് വീണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. പ്രൊജക്റ്റിന് പേരായി. ഓക്കെ, ഇനി അടുത്ത ഈ ട്രാക്കിൻ്റെ അകത്തിലെ കൺട്രോൾസ് ഞാൻ വിശദീകരിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മ്യൂട്ടുണ്ട്, സോളോ ഉണ്ട്, റെക്കോർഡ് എനേബിളിംഗ് ബട്ടണുണ്ട്, ഇൻപുട്ട് മോണിറ്ററിംഗ് ബട്ടണുണ്ട്, വോളിയം ബട്ടണുണ്ട്, പാനിങ് ചെയ്യുന്ന ബട്ടണുണ്ട്. സോ ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് മ്യൂട്ട്, നിങ്ങൾക്ക് ഓൾറെഡി ആ പേര് തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമുക്ക് ആ ട്രാക്ക് മ്യൂട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് മ്യൂട്ട്. സോ ഇഷ്ടംപോലെ നമുക്ക് മറ്റ് ട്രാക്കുകളുണ്ട്, മറ്റ് ഓഡിയോ ട്രാക്കുകൾ. ഇന്നത്തെ ഒരു ഓഡിയോ ട്രാക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഓഡിയോ ട്രാക്ക് നിങ്ങൾക്ക് അതുമാത്രം കേട്ടാൽ മതി. നമുക്ക് ഈ ട്രാക്കിലുള്ളതൊന്നും കേൾക്കണ്ടെന്നുണ്ടെങ്കിൽ മ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ ട്രാക്ക് ഫുൾ മ്യൂട്ടഡ് ആയിരിക്കും, ഈ ട്രാക്കിലുള്ളത് മാത്രം പ്ലേ ആവും. സോ സോളോ ബട്ടൺ എന്ന് പറയുന്നതും നേരെ നമ്മൾ ആ പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ള ചാനലുകളെല്ലാം മ്യൂട്ടാകുകയും ഈ ഒരു ചാനൽ മാത്രം പ്ലേ ആകുകയും ചെയ്യും.
അതിന് വേണ്ടിയിട്ടാണ് സോളോ ബട്ടൺ യൂസ് ചെയ്യുന്നത്. അടുത്ത ബട്ടൺ എന്ന് പറയുന്നത് റെക്കോർഡ് എനേബിൾ ചെയ്യുന്ന ബട്ടണാണ്. ഈ ഒരു ബട്ടൺ ഓണാക്കിയാൽ മാത്രമേ നമുക്ക് റെക്കോർഡിംഗ് ഓണാക്കാൻ പറ്റും. അതായത് ആ ട്രാക്കിൽ ഏത് ട്രാക്കിലാണോ റെക്കോർഡിംഗ് ഓണാകേണ്ടത് അത് നമ്മൾ ഇത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ റെക്കോർഡ് എനേബിൾ ആകത്തുള്ളൂ. ആ ട്രാക്ക് റെക്കോർഡ് എനേബിൾ ആകത്തുള്ളൂ. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻപുട്ട് മോണിറ്ററിങ് ഓപ്ഷനാണ്. ഇൻപുട്ട് മോണിറ്ററിങ് എന്ന് പറയുന്നത് നമ്മളൊരു പക്ഷേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ലെവൽ കാണാൻ കഴിയും. ഞാൻ ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്ന മൈക്രോഫോണിൻ്റെ ലെവലാണ് ഈ കാണിക്കുന്നത്. പക്ഷേ എനിക്കത് കേൾക്കാൻ കഴിയില്ല. കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് മോണിറ്ററിങ് എനേബിൾ ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു പക്ഷേ സ്പീക്കറിൽ കൂടെ കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഓൺ ചെയ്യുന്നതാണ് മനസ്സിലാവും. ഹലോ ചെക്ക് ചെക്ക് ചെക്ക്. ഇതുപോലെ ഹൗളിംഗ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഫോൾ ബാക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഓഫാക്കിയിട്ടേക്കുന്നത്. സോ എനിക്കിപ്പോൾ കേൾക്കണമെന്ന് ഞാൻ പറയുന്നത് എനിക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഓൺ ചെയ്ത് കൊടുക്കുക. ഹെഡ്ഫോൺസ് യൂസ് ചെയ്യുന്നവർ ഓക്കെ, ഇത് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ മറ്റ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്നവർ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഹൗൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ അത് ഒഴിവാക്കുക. വോളിയം എന്ന് പറയുന്നത് നമ്മുടെ ട്രാക്കിൻ്റെ വോളിയമാണ്. ട്രാക്കിന് നമ്മൾ കൊടുക്കുന്ന വോളിയമാണ് ഇത്. നമുക്കത് കുറച്ച് കൊടുക്കാം, കൂട്ടി കൊടുക്കാം, നമ്മുടെ ഇഷ്ടമാണ്. പാനിങ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ ട്രാക്കുകളും എല്ലാ ഓഡിയോയും സ്റ്റീരിയോയിലാണ് വരുന്നത്. നമ്മളുടെ ഓഡിയോ ഡിവൈസുകളെല്ലാം, അതായത് നമ്മുടെ ഹോം തിയേറ്റേഴ്സ് എല്ലാം മിനിമം 2 സ്പീക്കേഴ്സ് വരിക, ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് സ്റ്റീരിയോയിലായിരിക്കും വരിക. നമ്മുടെ ഹെഡ്ഫോൺസ് യൂസ് ചെയ്യുന്നവരെല്ലാം സ്റ്റീരിയോയിലാണ് ഇപ്പോഴത്തെ എല്ലാ ഹെഡ്ഫോൺസും വർക്ക് ചെയ്യുക. സോ അതിൽ നമുക്ക് പാനിങ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഓഡിയോ എവിടെ കേൾക്കണം, ലെഫ്റ്റ് സ്പീക്കർ കേൾക്കണോ റൈറ്റ് സ്പീക്കർ കേൾക്കണോ, അത് കൊടുക്കാനുള്ളൊരു നോബാണിത്. സോ ഇതിപ്പോൾ നിങ്ങൾ മെസ്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ തിരിച്ച് പ്രീസെറ്റിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആൾട്ട് ഞെക്കിക്കൊണ്ട് ഇതിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ പഴയതുപോലെ 0-ലോട്ട് പോകും. അതേപോലെ ഈ വോളിയം ബട്ടണും ഒരു പക്ഷേ നിങ്ങൾ മാറ്റി നിങ്ങൾക്ക് പഴയതുപോലെ തിരിച്ച് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഓൾട്ട് ക്ലിക്ക് ചെയ്യുക, മൗസിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ വീണ്ടും പഴയതുപോലെ ആവും. പിന്നെ ഈ ഒരു ട്രാക്കിൻ്റെ ബാക്കി കൺട്രോൾസ് മൊത്തം ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലായിരിക്കും വരിക. ഓക്കെ, ഏത് ട്രാക്ക് സെലക്ട് ചെയ്താലും ആ ട്രാക്കിൻ്റെ ഫുൾ ചാനൽ സ്ട്രിപ്പ് ഇവിടെ ആയിരിക്കും വരിക. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ഇതിൽ വോളിയം വെച്ചിട്ട് കുറച്ചാൽ ഇത് കണ്ടോ, ഇതാണ് ഈ വോളിയമാണ് സെയിം അവിടെ കാണുന്നത്. വേറൊരു ട്രാക്ക് സെലക്ട് ചെയ്തുകൊണ്ടാൽ വ്യത്യാസം കാണാം. സോ ഈ ഒരു ട്രാക്കിൻ്റെ മാത്രം കൺട്രോൾസാണ് ഈ ലെഫ്റ്റിൽ കാണുന്നത്. സോ ഇതിൽ നിന്ന് ഇപ്പോൾ ഇത് ഞാൻ കൊടുത്തേക്കുന്ന മൈക്രോഫോണിൻ്റെ ഗെയിനാണ്. ഇത് വോളിയം, ഇത് ഗെയിൻ. നമുക്ക് ഇതിൽ നിന്ന് ഗെയിൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു USB കണക്റ്റഡ് ആയിട്ടുള്ള ഏത് മൈക്രോഫോൺസിനും ഇതിലായിരിക്കും കൺട്രോൾസ്, അതിൻ്റെ ഗെയിൻ കൺട്രോൾ ചെയ്യാൻ വരിക. മറ്റ് ഓഡിയോ ഇൻ്റർഫേസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഓഡിയോ ഇൻ്റർഫേസിൽ നിങ്ങൾക്കൊരു നോബ് കാണും, ഗെയിൻ കൺട്രോൾ ചെയ്യാനുള്ള നോബ് കാണും. അല്ലാത്തതിനെല്ലാം ഇതിലെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഫാൻറ്റം പവർ നിങ്ങൾക്ക് ഇവിടുന്ന് കൊടുക്കാം, ഹൈ പാസ് ഫിൽറ്റർ കൊടുക്കാം, അല്ലെങ്കിൽ ലോ കട്ട് ഫിൽറ്റർ കൊടുക്കാം. ഇത് എന്താ പറയുക, ഇൻവേർട്ട് ചെയ്യുന്ന വരുന്ന സിഗ്നലിനെ ഇൻവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണിത്. അതൊക്കെ വിശദമായിട്ട് ഞാൻ മറ്റ് ഇതിൽ പറയാം. ട്രാക്കിൻ്റെ സെറ്റിങ്സ്, ഈക്വലൈസർ, ഇവിടെ നിന്ന് നമുക്ക് ഇപ്പോൾ ഓഡിയോ ഇൻ്റർഫേസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് ചാനലിലാണ് നമ്മളുടെ, ഇപ്പം എൻ്റെ ഇതിന് 2 ചാനലേ ഉള്ളൂ. എൻ്റെ ഓഡിയോ ഇൻ്റർഫേസിന് 2 ഇൻപുട്ടാണുള്ളത്. ഇപ്പം മൾട്ടിപ്പിൾ ഇഷ്ടംപോലെ ഇൻപുട്ട് ഉള്ള ഓഡിയോ ഇൻ്റർഫേസുകളുണ്ട്. 6 ഇൻപുട്ടുള്ളതുകൊണ്ട് 12 ഇൻപുട്ടുള്ളതുകൊണ്ട് അങ്ങനെ മുളോട്ട് ഇഷ്ടംപോലെ ഇൻപുട്ടുകൾ വരുന്ന ഓഡിയോ ഇൻ്റർഫേസുകളുണ്ട്, അല്ലെങ്കിൽ ഓഡിയോ കൺസോളുകളുണ്ട്. അതിൽ നിന്ന് ഏത് ട്രാക്കിൽ നിന്നാണ് നമ്മൾ ഓഡിയോ ഇൻപുട്ട് എടുക്കുന്നത് എന്നുള്ളത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് ഓഡിയോ സൗണ്ട് എഫക്ട്സ് നമുക്ക് കൊടുക്കാനുള്ളതാണ്. ഈക്വലൈസർ, അതുപോലെ റിവേർബ്, ഫിൽറ്റേഴ്സ്, അങ്ങനെയുള്ള എല്ലാ പ്ലഗിൻസും ഇവിടെ നിന്നാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. സെൻഡ്, നമുക്ക് ഇതിൽ നിന്ന് മറ്റൊരു ട്രാക്കിലോട്ട് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് സെൻഡ് ചെയ്യണമെന്നാണെങ്കിൽ ഇവിടെ നിന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാം. അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഞാൻ വിശദീകരിക്കാം. സോ ഇതാണ് ബേസിക് ഇതിൻ്റെ കൺട്രോൾസ് എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് എങ്ങനെ റെക്കോർഡ് ചെയ്യാം എന്ന് നോക്കാം. സോ ആദ്യമേ തന്നെ ഒരു കാര്യം നോക്കുക, ഇവിടെ കൗണ്ട് ഇൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ എനേബിൾ ആണോ നോക്കുക, ആണെങ്കിൽ ഡിസേബിൾ ചെയ്ത് വിടുക. കാര്യം ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് മ്യൂസിക് റെക്കോർഡിങ്ങിനൊക്കെ ഒരു നമുക്ക് പാടുന്നതിന് മുൻപ് ഒരു ടൈമിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ആ ടൈമിംഗ് കഴിയുമ്പോൾ ഇപ്പോൾ 1 2 3 4 ആ ഒരു ടൈമിംഗ് കഴിയുമ്പോഴേ റെക്കോർഡ് ഓൺ ആകത്തുള്ളൂ. അങ്ങനെ ഒരു ഓപ്ഷന് വേണ്ടിയിട്ടാണ് ഇത്. ഇപ്പം ഞാനത് റെക്കോർഡ് ചെയ്ത് കാണിക്കാം. റെക്കോർഡിങ്ങിൻ്റെ
ബട്ടൺ എന്ന് പറയുന്നത് ആറാണ്. 6 ക്ലിക്ക് ചെയ്താൽ റെക്കോർഡാവും. ഇത് എനേബിൾ ചെയ്ത് തരാനും മറക്കരുത്. എനേബിൾ ചെയ്യുക, 6 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3, 4 ആ ഒരു 4 കൗണ്ടിന് ശേഷമാണ് റെക്കോർഡ് സ്റ്റാർട്ടായത്. ഓക്കെ, അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യാം. ഇത് മെട്രോണോമാണ്. നമുക്കത് പാടുന്നതിനനുസരിച്ച് മെട്രോണോം ആ ഒരു ക്ലിക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മെട്രോണോം സെലക്ട് ചെയ്ത് കൊടുക്കാം. ബാക്കി ഡീറ്റെയിലെല്ലാം ഞാൻ മറ്റൊരു ട്യൂട്ടോറിയലിൽ ഞാൻ വിശദീകരിക്കാം. ഇത് സമയം ഒത്തിരി പോകുന്നത് എനിക്കറിയാം, ഞാൻ എന്തെങ്കിലും ഫാസ്റ്റാക്കുകയാണ്. സോ നമുക്ക് ആ ട്രാക്കിൻ്റെ നമുക്ക് പേര് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതായി ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പേര് കൊടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം ബോക്സിന് കൊടുക്കുകയാണ്. ഇനിയും ബോക്സിൻ്റെ അത് റെക്കോർഡ് ചെയ്യാൻ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 6 ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് റെക്കോർഡ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ ഈ റെക്കോർഡ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പേസ് അടിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ സ്പേസ് അടിക്കുക. കുറച്ച് അതിന് ശേഷം വീണ്ടും 6 അടിച്ച് കഴിഞ്ഞാൽ റെക്കോർഡാകും. സോ ഇതാണ് റെക്കോർഡിങ്ങിൻ്റെ ഓപ്ഷൻസ് പറയുന്നത്. ഇനിയും ഇതേപോലെ റെക്കോർഡായൊരു സാധനം, റെക്കോർഡായൊരു ഫയൽ നിങ്ങൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് തിരിച്ച് കേൾക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ കേഴ്സർ ഇതുപോലെ അവിടെ കൊണ്ട് വെച്ച് കൊടുക്കുക, പ്ലേ അടിക്കുക. റെക്കോർഡായൊരു ഫയൽ ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് പ്ലേ ബാക്ക് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. ഈ ഒരു നീളത്തിലുള്ള ഈ ബാർ എന്ന് പറയുന്നതാണ് ഈ ട്രാക്കിൽ എത്ര ട്രാക്കുണ്ടോ ആ ട്രാക്കിലുള്ള ഓഡിയോ ഫയൽസിനെ റീഡ് ചെയ്യുന്ന സാധനമാണ് ഈ ഒരു ടോഗിൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതുപോലെ സെലക്ട് ചെയ്യുക, നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ട്രാക്ക് സെലക്ട് ചെയ്യുക, ആ ഒരു ട്രാക്ക് മാത്രം സെലക്ട് ചെയ്യുക. ഇപ്പോൾ മൾട്ടിപ്പിൾ ട്രാക്സ് ഉണ്ടെങ്കിൽ ഇവിടെ വേറൊരു ട്രാക്ക് കൂടെ ഉണ്ടെങ്കിൽ ഈ ഒരു സാധനം മാത്രം ഡിലീറ്റ് ചെയ്യാൻ ഇങ്ങനെ സെലക്ട് ചെയ്യുക, ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കീബോർഡിലുള്ള ഡിലീറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഡയലോഗ് ബോക്സ് വരും. ഇതിൽ 2 ഓപ്ഷനുള്ളത്, ഡിലീറ്റ്, കീപ്പ്. ഇങ്ങനെ 2 ഓപ്ഷനുണ്ട്. ഈ ഡിലീറ്റ് നീക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഡിലീറ്റായി നേരെ റീസൈക്കിൾ ബിന്നിലോട്ട് പോകും. കീപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ആകും, ഇതിൽ നിന്ന് ഡിലീറ്റ് ആകും, പക്ഷേ റീസൈക്കിൾ ബിന്നിൽ പോകത്തില്ല. നമ്മളുടെ ഈ ഒരു പ്രൊജക്റ്റിനെ ഡയറക്ടറി തന്നെ സേവ് ആയി കിടക്കും. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ അത് നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഡിലീറ്റ് നീക്കിക്കഴിഞ്ഞാൽ നേരെ നമ്മുടെ റീസൈക്കിൾ ബിന്നിലോട്ടായിരിക്കും പോവുക. അതുപോലെ ഞാൻ ഡിലീറ്റ് ചെയ്തു, റീസൈക്കിൾ ബിന്നിലാക്കുന്നു. റീസൈക്കിൾ ബിന്നെടുത്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോൾ റെക്കോർഡ് ചെയ്ത ട്രാക്കുകളെല്ലാം ഇവിടെ ഉണ്ട്. സോ ഇതെല്ലാം ഞാൻ എംപ്റ്റി ചെയ്യാൻ പോവുകയാണ്. എംപ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് വീണ്ടും കമാൻഡ് ഇസഡ്, നമ്മുടെ കൺട്രോൾ ഇസഡ് പോലെ തന്നെ കമാൻഡ് ഇസഡ് അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ കമാൻഡ് ഇസഡ് അടിച്ചു. പക്ഷേ ആ ട്രാക്കിലെങ്ങും ഓഡിയോ ഇല്ല. ഇപ്പോൾ പ്ലേ ചെയ്ത് നിങ്ങൾക്കറിയാം, ഞങ്ങൾക്കൊന്നും കേൾക്കാൻ കഴിയത്തില്ല. കാര്യം അതിൻ്റെ അതിലുള്ള ഓഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ഇങ്ങനൊരു ഡെമോ ഈവൻ്റ് മാത്രം അതിൻ്റെ അത് ക്രിയേറ്റ് ആയി കിടക്കും, പക്ഷേ അതൊരിക്കലും നമുക്ക് കേൾക്കാൻ കഴിയില്ല. സോ ഞാൻ ഡിലീറ്റ് ചെയ്തു. സോ ഇതാണ് ബേസിക്കായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ബേസിക് കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇപ്പം നിങ്ങൾക്കൊരു ഓഡിയോ എങ്ങനെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നും ഓഡിയോ എങ്ങനെ റെക്കോർഡ് ചെയ്യണമെന്നും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. ഇതേപോലെ നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, കമാൻഡ് എസ് എപ്പോഴും അടിച്ചുകൊണ്ടേയിരിക്കുക. കമാൻഡ് എസ് ആ പ്രൊജക്റ്റ് എപ്പോഴും സേവ് ആക്കാനുള്ള ഒരു ഓപ്ഷനാണ്. ഇടയ്ക്ക് വെച്ച് കറണ്ട് പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും എറർ കാരണം സോഫ്റ്റ്വെയർ ഓഫായി പോയാൽ അല്ലെങ്കിൽ ക്രാഷ് ഔട്ടായി പോയി കഴിഞ്ഞാൽ ആ സെക്ഷൻ സേവ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സെക്ഷൻ നമുക്ക് നഷ്ടപ്പെടും. സോ എപ്പോഴും കമാൻഡ് എസ് എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുക, മറക്കരുത്. സോ ഇത്രയേ ഉള്ളൂ, ഈ ഒരു ട്യൂട്ടോറിയലിൽ നമുക്ക് ഇത്രയേ ഉള്ളൂ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീണ്ടും അടുത്ത ട്യൂട്ടോറിയലുമായി വീണ്ടും കാണാം.